മാസങ്ങളോളം നീണ്ടുനിന്ന വിലക്ക് ഇന്നു മുതൽ അവസാനിക്കുകയാണ്. അങ്ങനെ ഇനി ഇടത്താവളങ്ങളെ ആശ്രയിക്കാതെ പ്രവാസികൾക്ക് നേരിട്ട് തന്നെ ഒമാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതാ ആകാശവാതിലുകൾ തുറക്കുകയാണ്. ഇന്നു മുതൽ ഒമാൻ പ്രവാസികളെ വരവേൽക്കും. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ ഇന്നു മുതൽ വിലക്കുകളില്ലാത്ത പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പ്രവേശന വിലക്ക് നീങ്ങുന്നതാണ് ഇളവുകളിൽ പ്രധാനപ്പെട്ടത്. ഉച്ചയ്ക്ക് 12 മണിയോടെ 4 മാസം നീളുന്ന വിലക്ക് നീങ്ങിയിരിക്കുകയാണ്. ഒമാനിൽ അംഗീകരിച്ച വാക്സിന്റെ 2 ഡോസ് സ്വീകരിച്ചവർക്കാണ് പ്രവേശനാനുമതി ലഭിക്കുക. ഒമാനിലെത്തുന്നതിന് 14 ദിവസം മുമ്പ് രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചിരിക്കണം. സാധുവായ റെസിഡന്റ് വിസക്കാർക്ക് പുറമെ എക്സ്പ്രസ് സന്ദർശക വിസയുള്ളവർക്കും യാത്രാനുമതി ലഭിക്കും. ഫൈസർ, മൊഡേണ, ആസ്ട്രസെനക, കോവിഷീൽഡ്, സ്പുട്നിക്, സിനോവാക്, ജോൺസൺ ആൻഡ് ജോൺസൺ, സിനോഫാം എന്നീ വാക്സിനുകൾക്കാണ് ഒമാനിൽ അനുമതിയുള്ളത്. 72 മണിക്കൂർ സമയത്തിനിടയിലെ PCR പരിശോധനാ ഫലം കൈവശമുള്ളവർക്ക് സമ്പർക്ക വിലക്കിൽ നിന്നും ഇളവ് ലഭിക്കും. ഒമാനിൽ നിന്ന് 1 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും വരാവുന്നതാണ്. ഇവർക്ക് ഒമാനിലെത്തിയ ശേഷം PCR പരിശോധനയും ഒരാഴ്ചത്തെ സമ്പർക്ക വിലക്കും 8ാമത്തെ ദിവസം PCR പരിശോധനയും ഉണ്ടാകും. ഒമാനിലെത്തി വൈകാതെ രണ്ടാമത്തെ ഡോസ് എടുക്കുകയും വേണം. PCR പരിശോധന നടത്താതെ ഒമാനിലെത്തുന്നവരും വിമാനത്താവളത്തിൽ PCR പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തറാസുത് പ്ലസ് ബ്രേസ്ലെറ്റ് ധരിച്ച് നെഗറ്റീവ് റിസൾട്ട് വരുന്നതുവരെ സമ്പർക്ക വിലക്കിൽ കഴിയുകയും വേണം. പോസിറ്റീവായാൽ 10 ദിവസമാണ് സമ്പർക്ക വിലക്കുള്ളത്. QR കോഡുള്ള വാക്സിൻ PCR സർട്ടിഫിക്കറ്റുകളാണ് യാത്രക്കാരുടെ കൈവശം ഉണ്ടാകേണ്ടത്. ഓൺലൈനിൽ ഇവ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതിനാൽ QR കോഡോടെയുള്ള കോപ്പികൾ വന്നിറങ്ങുന്നവരുടെ കൈവശം ഉണ്ടാകണം. കോവിഡ് വന്ന് ഭേദമായവർക്കും ഐസൊലേഷൻ തെളിവുകൾ കാണിച്ചാൽ ഐസൊലേഷനിൽ നിന്നും ഇളവ് ലഭിക്കും. ഒമാൻ ഇന്നു മുതൽ എല്ലാ വിസകളും അനുവദിച്ചു തുടങ്ങുകയും ചെയ്യും. നേരത്തെ അനുവദിച്ച വിസകളുടെ കാലാവധി പിഴയില്ലാതെ ഈ വർഷം അവസാനം വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾ ഇന്നു മുതൽ 100% ശേഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. സർക്കാർ സ്വകാര്യ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും മാളുകളിലും പ്രവേശിക്കുന്നതിന് ഇന്നു മുതൽ വാക്സിനേഷൻ നിർബന്ധമായിരിക്കണമെന്നും സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കി. 1 ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് വിസ പുതുക്കി നൽകുക. കരാതിർത്തികളും ഇന്നു മുതൽ തുറക്കും. വാക്സിൻ എടുത്ത കോവിഡ് പരിശോധനാ ഫലം കൈവശമുള്ളവർക്കാണ് പ്രവേശനം അനുവദിക്കുക. മുൻകരുതൽ നടപടികൾ പാലിച്ച് പുതിയ സാധാരണ ജീവിതത്തിലേക്ക് കടക്കാനാണ് സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശമെന്നത്. സുപ്രീം കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഒമാനിലേക്ക് വരുന്ന 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ ഈ മുഷ്രിഫ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട വിധം ഇപ്രകാരമാണ്. www.covid19emushrif.om വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ടൈപ്പ് ഓഫ് രജിസ്ട്രേഷനിൽ ട്രാവൽ ഫോം ക്ലിക്ക് ചെയ്യുക. ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. 2 ഡോസ് വാക്സിൻ എടുത്തവർ എക്സംഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് 2 ബോക്സിലും ശരിയിട്ട ശേഷം ഐ അഗ്രി എന്ന് തിരഞ്ഞെടുക്കുക. 18 മുകളിലാണോ അതോ 17 അതിൽ താഴെയുമാണോ പ്രായം എന്നത് തിരഞ്ഞെടുക്കുക. തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വിവരങ്ങൾ പൂരിപ്പിക്കുക. തുടർന്ന് വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അഗ്രി വിത്ത് എബവ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് നൽകുക. പേയ്മെന്റ് പേജിൽ മേക്ക് PCR പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. 3 റിയാൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് നൽകുക. ഒമാനിൽ നിന്നാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഒമാൻ ഡെബിറ്റ് കാർഡ് സുഗമമായി പ്രവർത്തിക്കുന്നതായിരിക്കും. രജിസ്ട്രേഷൻ വിവരങ്ങൾ പരിശോധിച്ച് പേയ്മെന്റ് ഗേറ്റ്വേയിൽ വിവരങ്ങൾ നൽകി പണം അടയ്ക്കുക. QR കോഡ് അടങ്ങിയ രജിസ്ട്രേഷൻ പേജിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.